ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് കൂയി കഷാങ് ഗസ്ല എന്ന് പറഞ്ഞ ഒരു ഇറാൻ്റെ മൗണ്ടനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇതിനെയാണ് പിക്കാക്സ് മൗണ്ടൻ എന്ന് പറഞ്ഞിട്ട് പൊതുവെ അമേരിക്ക വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ പിക്കാക്സ് മൗണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കണം, നറ്റാൻസിൽ നിന്നും ഒരു 1.8 കിലോമീറ്ററാണ് ഇതിൻ്റെ പീക്കിലേക്ക്, ആ ഒരു ടോപ്പ് പൊസിഷനിലേക്ക് എത്തുന്ന ആ ഒരു പോയിൻറ്റ്. അവിടെ നിന്നും താഴോട്ട് എത്ര മീറ്റർ ആഴത്തിലാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഈ സ്റ്റോറേജ് യൂണിറ്റ് എന്നുള്ളത് വ്യക്തമല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്നത് എസിമുലേറ്ററി ഇമേജാണ്. ശരിക്കും ഒരു ഡയഗ്രാം അമേരിക്കയുടെ CIA അതേപോലെ മൊസാദും കൂടെ ചേർന്നിട്ട് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോർഷനാണിത്. ഇപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇതിന് 4 വഴികളുണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ 4 വഴികളും എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതെന്നുള്ളത് അറിയില്ല. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതിനകത്ത് വെന്റിലേഷൻ ഔട്ട്ലെറ്റ് ഒരു സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അത് വലത്തേ സൈഡിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് എഡ്ജിൽ വെന്റിലേഷൻസ് ഔട്ട്ലെറ്റ് ഉണ്ട്. 2 എൻട്രൻസുകൾ വന്നിരിക്കുന്നത് നറ്റാൻസിൻ്റെ ഭാഗത്ത്. ഇത് അടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെ അടിക്കും, ഏത് തരത്തിൽ അറ്റാക്ക് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഫുൾ ബ്ലൂ പ്രിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഇതിൻ്റെ ബ്ലൂ പ്രിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ അത് കോൺഫിഡൻഷ്യൽ വിവരമാണ്, പുറത്തു വിട്ടിട്ടില്ല. ഒരു പക്ഷേ അമേരിക്കയ്ക്കും മൊസാദിനും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ട്രംപ് പ്രധാനമായിട്ടൊരു അറിയിപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് 13ാമത്തെ ദിവസത്തെ അറ്റാക്കാണ് ഇന്നലെയോട് പൂർത്തിയായത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു ഓവർനൈറ്റ് അറ്റാക്ക് എന്നുള്ള രീതിയിലുള്ള ശൈലി മാറ്റിപ്പിടിക്കാനാണ് തീരുമാനം. അമേരിക്കയുടെ ഉള്ളിലെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ശരിക്കും ട്രംപിനെതിരെ ട്രംപിൻ്റെ വാർ അതോറിറ്റിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ടിം ഷീഹി മുൻ നേവൽ ഉദ്യോഗസ്ഥനാണ്. നേവിയിൽ പണിയെടുത്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഈ കഴിഞ്ഞ ആക്രമണത്തിൽ ജോർദാൻ്റെ ബേസിൽ വെച്ചിട്ട് 3 അമേരിക്കൻ സോൾജേഴ്സ് കൊല്ലപ്പെട്ടതിൽ അവർ 3 പേരും തന്നെ ടിം ഷീഹിയുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വളരെ സെൻറ്റിമെൻ്റലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളോട് കൂടിയാണ് ടിം ഷീഹി ഇന്നലെ സെനറ്റ് അഡ്രസ്സ് ചെയ്തത്. പക്ഷേ അതേസമയം പുള്ളിക്കാരൻ ഒരു വിഷയം പറഞ്ഞു വെക്കുന്നത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇറാൻ്റെ മേൽ അറ്റാക്ക് നടത്തണം, ഈ രാത്രികാലങ്ങളിൽ നടത്തുന്ന ആക്രമണം പോരാ എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശരിക്കും റിപ്പബ്ലിക്കൻ്റെ സൈഡിൽ നിന്നും മെജോറിറ്റി റിപ്പബ്ലിക്കൻസിൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്. ചില റിപ്പബ്ലിക്കൻസ് ഡെമോക്രാറ്റിക് പാർട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ട്രംപിനെതിരെ പണി കൊടുക്കുന്നുണ്ട്. അതിനെയും കൂടി ടിം ഷീഹി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ടിം ഷീഹി പറഞ്ഞു വെച്ചത്, നമ്മളുടെ ഇവിടുത്തെ US ഇൻ്റർണൽ പൊളിറ്റിക്സോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമോ അല്ലെങ്കിൽ ഗ്ലോബൽ ട്രേഡോ ഇതൊന്നും ഇറാനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. ആ റെജീം തകർക്കപ്പെടേണ്ട റെജീമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോമൺ ആയിട്ട് വെസ്റ്റിനെതിരാണ് അവരുടെ നിലപാടുകൾ. അതുകൊണ്ട് തന്നെ അവരുടെ നിലപാടുകൾ തകർക്കപ്പെടേണ്ടതാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സ്പീച്ചായിരുന്നു. ദ US മിലിറ്ററി ഡിഡ് നോട്ട് ക്യാരി ഔട്ട് സ്ട്രൈക്സ് ഇൻ ഇറാൻ ഓവർനൈറ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ രാത്രികാലങ്ങളിലുള്ള ആക്രമണം അവർ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പകരം കണ്ടംപററി ശൈലിയിലുള്ള അറ്റാക്കുകൾ തുടങ്ങാൻ പോവാണ്. അത് അവർക്കൊരു ഐഡിയയും കൊടുക്കാത്ത രീതിയിൽ പ്രത്യേക ചില കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാനിവിടെ ഒരു ഫുട്ടേജ് വെക്കുന്നതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോളൂ. ജസ്ക് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഇറാൻ്റെ പോർട്ട് അടിച്ച് തൂഫാനാക്കി കൈ കൊടുത്തിട്ടുണ്ട്. ശക്തമായ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത്. അപ്പോൾ ട്രംപ് പറഞ്ഞു വെച്ചത് US മിലിറ്ററി ലോക്ക്ഡ് ആൻഡ് ലോഡഡ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ പിന്നെ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ, ബഹ്റൈനും കുവൈറ്റും ജൂലൈ അറ്റാക്കിൽ അമേരിക്കയോടൊപ്പം അവരുടെ ഫൈറ്റർ ജെറ്റുകളെ അയച്ചു വെച്ചിരുന്നു ഇറാൻ്റെ ഉള്ളിലേക്ക് ആക്രമണം നടത്താൻ എന്നുള്ളൊരു വാർത്തയും കൂടി പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇറാന് വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടാവും. അവർ അഗ്രസീവായിട്ട് കുവൈറ്റിൻ്റെയും ബഹ്റൈൻ്റെയും മേളിൽ വീണ്ടും ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷേ ഇനി എന്ത് അഗ്രസീവായിട്ട് നടത്താനാണ്? അതേസമയം കുവൈറ്റിലേക്ക് 3 കമ്പനികൾ ഇൻവെസ്റ്റ്മെൻറ്റ് 16 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുവൈറ്റ് പെട്രോളിയം കമ്പനിക്കാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. 7.8 ബില്യൺ ഇമീഡിയറ്റ് ആയിട്ട് വിതിൻ ഡേയ്സിൻ്റെ ഉള്ളിൽ കുവൈറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോക്ക് സ്റ്റോൺ ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇതിൻ്റെ ഉള്ളിൽ പെടുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച അവരുടെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അവിടെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനമെടുത്തത്. ശക്തമായ രീതിയിൽ ആക്രമണം തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ യൂറോപ്യൻ യൂണിയൻ ആണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ 5 ജഡ്ജിമാർക്കെതിരെയും അതേപോലെ തന്നെ ഇറാൻ്റെ സൈബർ ഗ്രൂപ്പിനെതിരെയും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ട് ഈ ജഡ്ജിമാർ ഇറാൻ്റെ ഉള്ളിൽ കണ്ണും പൂട്ടി പൊതുജനങ്ങളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന 5 ജഡ്ജിമാരാണ്. പിന്നെ അവരെ ന്യായീകരിക്കുന്ന ഈ സൈബർ തൊഴിലാളികൾ. ഇത്തരത്തിൽ ചില പ്രത്യേക സൈബർ കമ്പനികൾക്കെതിരെയും യൂറോപ്യൻ യൂണിയൻ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രീക്ക് ഓപ്പറേറ്റഡ് ഡിഫൻസ് സിസ്റ്റം, അമേരിക്കയുടെയും അതേപോലെ തന്നെ ഗ്രീക്കിൻ്റെ അവിടെ നിന്നുള്ള എയർ ഡിഫൻസ് സിസ്റ്റം സൗദി അറേബ്യയുടെ ഉള്ളിലേക്ക് വരുന്ന മിസൈലുകളെ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. സൗദി അറേബ്യ ഇപ്പം യാൻബു റീജിയനിലേക്ക് ഒരു അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. യാൻബു റീജിയനിൽ ഹൂത്തികളുടെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ആക്രമണങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് അമേരിക്ക നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യാൻബു റീജിയൻ ഹൈ അലേർട്ടിലിരിക്കുകയാണ്.
ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നലെ രാത്രി സൗദി അറേബ്യ ഹൂത്തികൾക്ക് മേൽ ശക്തമായിട്ടുള്ള ആക്രമണം, അൽ ഹുദൈബ പോർട്ടിൽ തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്, എയർ സ്ട്രൈക്കാണ് നടത്തിയിരിക്കുന്നത്. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ സ്റ്റേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ നല്ലതല്ല, അവരുടെ ഉദ്ദേശം ശരിയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾക്കൊന്നും യാതൊരുവിധ വാലിഡിറ്റിയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഹൂത്തികൾ ഈ സൗദി അറേബ്യ അൽ ഹുദൈബ പോർട്ടിനെതിരെ നടത്തിയ ആക്രമണത്തിന് കണ്ടംപ്റ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഇതിന് ശക്തമായ രീതിയിൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത്. സൗദി സിറ്റി ജിസാനെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സൗദി സിറ്റി ജിസാൻ, ഒരുപക്ഷേ ഞാൻ ഈ വീഡിയോ റിലീസ് ചെയ്യുന്ന സമയത്ത് ജിസാനിൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 13ാമത്തെ ദിവസം നടത്തിയ അറ്റാക്കിൽ അമേരിക്ക B-1 ബോംബർ ഉപയോഗിച്ചാണ് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്തതായിട്ട് വാർത്തകൾ വരുന്നത്. കലോങ് മൗണ്ടൻ്റെ മറ്റു ചില ഫൂട്ടേജസും പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു പിക്ചേഴ്സ് ഇങ്ങനെയാണ് അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. ആ മൗണ്ടൻ്റെ 4-5 ഔട്ട്ലെറ്റുകളുണ്ട്, അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ആ ഏരിയയിൽ എവിടെയൊക്കെ അറ്റാക്ക് നടത്തണമെന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള പിക്ചേഴ്സൊക്കെ പുറത്ത് റിലീസ് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള നിഗമനങ്ങൾ, അതായത് എവിടേക്ക് അറ്റാക്ക് നടത്താം, എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു, പക്ഷേ ഇതൊരു സൈക്കോളജിക്കൽ ടാക്ടിക്സ് ആവാം. പക്ഷേ നറ്റാൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയുമായിട്ട് വെൽ കണക്റ്റഡ് ആണ് ഈ പിക്കോക്സ് മൗണ്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അവിടേക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്, അത് ഉറപ്പാണ്. ഇറാനിലൊരു മാസീവ് ആയിട്ടുള്ള അറ്റാക്കിന് വേണ്ടിയിട്ട് അമേരിക്ക മുതിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ. GBU-57 മാസീവായിട്ടുള്ള 30,000 പൗണ്ട് ബോംബ് കൊണ്ടിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 30,000 പൗണ്ട്. ഈ മലയുടെ 100 മീറ്ററിൻ്റെ തൊട്ട് താഴെ വലിയ റോക്കാണ്, മാസീവായിട്ടുള്ള പാറകളാണ് ഇതിൻ്റെ ചുറ്റിപ്പറ്റിയിരിക്കുന്നത്. ഈ അറ്റാക്ക് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പാറക്കൂട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാലഞ്ച് ഉണ്ട്. അമേരിക്കയുടെ ഫോഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ ഇതിനെ തകർക്കാം എന്നുള്ളത്. ഇന്നലെ ഒരു ഇസ്രായേലി സോൾജർ ശരിക്കും നബുൾസ് ഏരിയയിൽ, പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ പലസ്തീനിയൻ ജിഹാദ് ഫോഴ്സിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന വെറുതെ ആക്രമണത്തിൽ അവിടെ എങ്ങാനും ബോംബ് വെച്ച് കൊലപ്പെടുത്തിയൊന്നുമല്ല. ശരിക്കും ഇയാളെ പിടിച്ചുകൊണ്ട് പോയിട്ട് കൈയും കാലൊക്കെ 2-3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു പിടിച്ച് വേറൊരു ജിഹാദിസ്റ്റ് തോക്കെടുത്ത് വെടിവെച്ച് കൊലപ്പെടുത്തിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പിക്ചർ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ IDF സോൾജറിനെ അവർ വധിച്ചു കളഞ്ഞു. അപ്പോൾ നേരിട്ടുള്ള ഒരു ആക്രമണ രീതിയായിരുന്നു അത്. അപ്പോൾ അതിൽ ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞ ഉടൻ തന്നെ IDF താറുമാറായിട്ടുള്ള ആക്രമണങ്ങളാണ് വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും നടത്തുന്നുണ്ട്. ശരിക്കും ശക്തമായിട്ടുള്ള ഓപ്പറേഷൻ തന്നെയാണ് വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ IDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് IDF ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാർജ് യുവേൽ എസ്ര എന്ന് പറഞ്ഞ 27-കാരനാണ് ഈ കൊല്ലപ്പെട്ട IDF ഉദ്യോഗസ്ഥൻ. അതേപോലെ ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. അതിൻ്റെ ഫൂട്ടേജസും അതിൻ്റെ ലൊക്കേഷൻസൊക്കെ ഞാനിവിടെ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ശരിക്കുള്ള അവസ്ഥ എന്നുള്ളത്. ശരിക്കും ഗാസയ്ക്കുള്ളിലും അതേപോലെ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിലും ഇസ്രായേൽ എഫക്റ്റീവായിട്ടുള്ള ഓപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവാണ്. അതേപോലെ സൗത്ത് ലെബനൻ്റെ ഉള്ളിൽ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. നബാട്ടിയ, അൽ ഫൗക്ക, ഫാർ തിബ്നെറ്റ്, നിരവധി സ്ഥലങ്ങളിൽ അറ്റാക്ക് നടത്തുന്നുണ്ട്. തുടരെ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലെബനീസ് ഫോഴ്സിൻ്റെ സപ്പോർട്ടും കൂടിയുണ്ട്. ലെബനീസ് ഫോഴ്സ് ഒരു സൈഡിൽ അവരുടെ ആർമിയെ ഡിപ്ലോയ് ചെയ്ത് ഇസ്രായേൽ വൃത്തിയാക്കുന്ന, തീവ്രവാദികളെ ഒഴിപ്പിക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ലെബനീസ് ആർമി ഏറ്റെടുക്കുകയാണ്. അതേപോലെ ട്രംപ് ചൈനയ്ക്കും റഷ്യയ്ക്കും ഒരു താക്കീത് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ സഹായം, ഇറാന് കൊടുക്കുന്ന സഹായം നിർത്തലാക്കണമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ അവരുടെ ഫോക്കസ് തുർക്കിക്കെതിരായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ തുർക്കിയെ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു ലക്ഷ്യം, ആ രീതിയിലാണ് ഇസ്രായേൽ ഇപ്പം തുർക്കിയെ പോർട്രേ ചെയ്തുകൊണ്ട് നിർത്തുന്നത്. സംഭവം വേറൊന്നുമില്ല, ഇറാൻ കഴിഞ്ഞാൽ പിന്നെ തുർക്കിയാണ് ലക്ഷ്യം. കാരണം തുർക്കിക്ക് ഒരു മേജർ സ്ഥാനമുണ്ട്, തീവ്രവാദികളുടെ വളർച്ചയിൽ തുർക്കിക്ക് നിർണായക സ്ഥാനമുണ്ട്. ഗ്രീസ് ആണെന്നുണ്ടെങ്കിൽ $4 ബില്യൺ വർത്തുള്ള ഡിഫൻസ് പ്രോഡക്റ്റുകൾ ഇസ്രായേലിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്രൂവൽ ഗ്രീസിൻ്റെ പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. 4 ബില്യൺ മുടക്കിക്കൊണ്ട് ഗ്രീസ് ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ പർച്ചേസ് ചെയ്യും. യമനാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ചെയ്യും, റെഡ് സീയിലൂടെ പോകുന്ന ഷിപ്പുകളെ ടാർഗറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് സൗദി അറേബ്യ എന്ന് മാത്രമല്ല, പല ഷിപ്പുകളെയും ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ കരീം ഖാൻ, ICC ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ
ചീഫ് പ്രോസിക്യൂട്ടറായിട്ട് പ്രവർത്തിച്ചിരുന്ന കരീം ഖാനെതിരെ നടപടിക്രമങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക. മാർക്കോ റൂബിയോയൊക്കെ ശക്തമായ രീതിയിൽ ഇയാളെ എതിർക്കുന്നുണ്ട്. ICC ചെയ്യേണ്ട പണികൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ കരീം ഖാനെ മാത്രമല്ല അയാൾക്ക് താഴെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയാളെ അനുകൂലിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കെതിരെയും അന്വേഷണങ്ങൾ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാനാണെന്നുണ്ടെങ്കിൽ 1 to 1 അമേരിക്ക ഒരു ആക്രമണം നടത്തിയാൽ അതിന് ഞങ്ങൾ തിരിച്ചടിക്കും, അതാണ് ഞങ്ങളുടെ പോളിസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ ആ ഒരു വീക്ക്നെസ് ഇപ്പം ശരിക്കും പുറത്തു വരുന്നുണ്ട്. അവർ മാരകമായിട്ടുള്ള യുദ്ധത്തിലേക്ക് അവരില്ല. അമേരിക്ക ഞങ്ങളെ ഏത് രീതിയിൽ അറ്റാക്ക് നടത്തുന്നു അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ അതേ രീതിയിൽ പോലും അവർക്ക് തിരിച്ചടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അവർക്ക് 1-2 സ്ഥലങ്ങളിൽ ഇങ്ങനെ കുറേ മിസൈലുകളും കുറേ ഡ്രോണുകളൊക്കെ അയച്ചിട്ട് 1-2 ഏരിയകൾ അവർക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്നു. പക്ഷേ അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇറാൻ്റെ പരാജയം എന്ന് പറയുന്നത് ഇറാൻ നെയ്ബർ രാജ്യങ്ങളെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതൊരു പരാജയമാണ്. ശരിക്കും വെസ്റ്റിനെതിരാണ് ഇറാൻ്റെ ഫോർമുല അല്ലെങ്കിൽ ഇറാൻ്റെ ഫണ്ടമെൻ്റലിസം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെസ്റ്റിനെതിരെ അല്ലല്ലോ. ശരിക്കും ഇറാൻ്റെ സഹോദര രാജ്യങ്ങളെ തന്നെയാണ് അറ്റാക്ക് നടത്തി ബ്രദർലി നെയ്ബർഹുഡ് രാജ്യങ്ങളെയാണ് ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റിനൊരു വിജയമല്ലേ. അപ്പം ഇത് ബ്രദർഹുഡിൻ്റെ ഐഡിയോളജിക്ക് എതിരാണ്. കാരണം ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ വെസ്റ്റിനെതിരായിരിക്കണം. അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, അതേപോലെ തന്നെ സ്റ്റോറേജ് യൂണിറ്റുകൾ, ഇത്തരത്തിലുള്ള IRGCയുടെ കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് തുടരുകയാണ്. ഇനി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഓവർനൈറ്റ് അറ്റാക്ക് എന്നുള്ള രീതിയിൽ ഉണ്ടാവില്ല. ശരിക്കും അതിന് പകരം ഒരു കണ്ടംപററി ശൈലിയിൽ ഏത് നേരത്ത് വേണമെങ്കിലും അറ്റാക്ക് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ട് ഇപ്പോൾ ഈ യുദ്ധം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ഒരു അൺസർട്ടനിറ്റി തന്നെയാണ്. പ്രത്യേകിച്ച് ഹൂത്തികളും സൗദി അറേബ്യയും അവർ പതിയെയാണെങ്കിലും ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് നീങ്ങുകയാണ്. ഇത് നമ്പർ 1 പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റ് മറ്റൊരു തരത്തിലും കൂടി ഒരു യുദ്ധഭൂമിയായിട്ട് മാറുകയാണ്. കാരണം സൗദി അറേബ്യ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ ഒരു മേജർ ലാൻഡ് പോർഷൻ ഷെയർ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതിപ്പോൾ ഒരു ഭീഷണിയുടെ അണ്ടറിൽ വരികയാണ്. അവരും യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ്. അതേസമയം ഇറാൻ്റെ ഭീഷണിയുണ്ട് മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ. ഇപ്പോൾ കുവൈറ്റ് ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, ബഹ്റൈൻ ആയിക്കോട്ടെ, അതേപോലെ മറ്റുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഇറാൻ്റെ ഭീഷണിയുണ്ട്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.